ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇൻട്രോ പറയാൻ ലച്ചു ഇല്ല, ലച്ചു ഉറങ്ങിപ്പോയി. ലച്ചു നേരത്തെ കിടന്നുറങ്ങീന്. അപ്പോൾ നമ്മൾ പെരുന്നാൾ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഏതായാലും ഇവിടെ എല്ലാവരും കൂടിയപ്പോൾ എല്ലാവരും സൗണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ പറയുന്ന വോയിസൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് കണ്ടോ, പലതരം ഓർക്കിഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. വെറൈറ്റി പൂവുകളുണ്ട് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ വലിയ ചെടികളൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിട്ട് ചെറിയ തൈകൾ വീണ്ടും നട്ടിക്കുകയാണ് കേട്ടോ. ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാലോ, പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ഓർക്കിഡ് പൂക്കൾ ഉണ്ടാവലുണ്ട് ഇവിടെ. അപ്പം അതിൻ്റെ ആ വലിയ മൂത്ത ചെടികളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ചെറിയ തൈകൾ ആദ്യം രണ്ടാമത് വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ അത് പൂ വിരിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് കാണിക്കണ്ട് കേട്ടോ. എല്ലാവരും ഒരു വീഡിയോ ആയിട്ട് വരണ്ട്. ഇത് പിന്നെ അരളിച്ചെടി അതുപോലെയുള്ള ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറവാണ്. വെറൈറ്റി പൂക്കൾ ഉണ്ടാവണം നല്ല നല്ല ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ. അത് കണ്ടോ, കറ്റാർവാഴ കുഴിച്ചിട്ടിട്ടുണ്ട് കണ്ടോ. അതുപോലെ നമ്മൾ അകത്തേക്ക് വന്നപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കണമൊക്കെ ഉണ്ട്. അമ്മയുടെ അനിയത്തികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് വീണ്ടും മിക്ക ചെടി വീണ്ടും വീണ്ടും കാണിക്കാൻ തോന്നുക. ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടായിന്, അതൊക്കെ പോയി. എന്താ പറയുക, ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണമല്ലോ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഇനി ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണിക്കാം കേട്ടോ. ഇതുണ്ടല്ലേ, ഇവിടെയാണെങ്കിൽ അടുത്തടുത്ത് വീടുകളാണ്, തൊട്ടടുത്തടുത്ത് വീടുകളാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു വൈബ് തന്നെയാണല്ലോ നമ്മളിങ്ങനെ കാണാൻ വേണ്ടി. ചെടികളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. കണ്ടോ, പ്ലാന്റുകളായിട്ടും പൂക്കൾ വിരിയണാണ് ഞാൻ കൂടുതലും. പൂക്കൾ വിരിയണ ചെടികളാണ് പിന്നെ ഉണ്ടാക്കാറുള്ളത്. ഇവിടെയൊക്കെ പ്ലാന്റുകളാണ് കേട്ടോ. പ്ലാന്റുകളോടും ഇഷ്ടം തന്നെയാണ്. പക്ഷെ എന്നാലും ലച്ചുവിനെയൊക്കെ കണ്ടില്ലേ, ഇതൊരാൾ എല്ലാവരും ഉണ്ട് കേട്ടോ മക്കളെ ഇവിടെ. പക്ഷെ ആർക്കും വീഡിയോയിൽ വരാൻ എല്ലാവർക്കും മടിയാണ് മുഖം കാണിക്കാൻ. അടുക്കള ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു അടുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് ബിരിയാണിയൊക്കെ ദമ്മാക്കിയിട്ടുള്ളത്. ബിരിയാണിയൊക്കെ പുറത്തിങ്ങനെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പറയുക, കഴിക്കാനാണ് സമയത്താണല്ലോ നമ്മൾ എടുത്തിട്ട് അകത്തേക്കൊക്കെ വെക്കുള്ളൂ കേട്ടോ. നല്ലൊരു പുറത്ത് അടുപ്പുണ്ടായാൽ തന്നെ നല്ലൊരു ഇതാണല്ലോ. അപ്പം ഉമ്മാൻ്റെ ഓരോ അടുപ്പുകളൊക്കെയാണ്. അതാണ്ടില്ലേ എല്ലാവരും ഇങ്ങനെ അടുക്കളയ്ക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഒക്കെ പുറത്താണ് ചെയ്യണത്. ഇനിയിപ്പോൾ എന്താ, എല്ലാവരും വന്നതിൻ്റെ ശേഷം നമ്മൾ ബിരിയാണിയൊക്കെ ദം പൊട്ടിച്ചതിന് ശേഷം കഴിക്കാനൊക്കെ ഇരിക്കുക കേട്ടോ. ലച്ചുതാ ആങ്ങള പുറത്ത് പോയി വന്നപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ എന്തെങ്കിലും കഴിക്കാണ്ടാവും ചോദിച്ചേണ്ട കവറും കൊണ്ട് വന്നപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനമാണെങ്കിലേ പറ്റുള്ളൂ, അല്ലാതെ എല്ലാം നമ്മൾ കഴിക്കൂല. അവിടെ സായിയും മമ്മി എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും പുറത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ് ആ ചെടീൻ്റെ വൈബ് കാണിക്കാൻ വേണ്ടി. കുരുമുളകും എല്ലാം ഉണ്ട് കേട്ടോ ചെടീൻ്റെ ഇടയിൽ കൂടെ. കണ്ട മുളക് ഇവിടെ ഒരു കർഷകനുണ്ട് കണ്ടില്ലേ. ആ കർഷകന് കണ്ടില്ലേ, ഇതൊക്കെയാണ് പണി. കുറച്ച് ആടുകളുണ്ട്, ആടിനെ വൃത്തിയാക്കുക, ആടിൻ്റെ കൂടൊക്കെ വൃത്തിയാക്കി കൊടുക്കുക. വെച്ചു അങ്ങനെ ഓരോ പ്ലാന്റിൻ്റെ അടുത്ത് കൂടെ പോയി ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടില്ലേ, ഇതിനെന്തോ ഒരു
ഈ ചെടിക്ക് എന്തോ ഒരു പേരുണ്ട്, എനിക്കറിയില്ല. ഏതായാലും നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം മഴ കാരണം ഇപ്പോൾ പൂക്കളൊന്നും അങ്ങനെയില്ല. ഇതാ ഈ ഓർക്കിഡുമ്മേ ഇതുപോലൊരു പൂ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് തന്നെ അതിന്മേലൊന്നും ഇപ്പോൾ പൂവില്ല. പിന്നെ ഇതാ കണ്ടോ, ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കുറച്ച് ആടുകളുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഒരു 4-5 ആടുകളുണ്ട്. നല്ല വൃത്തിയിലാണ് കേട്ടോ. അത് എൻ്റെ ആ ഒരു കാണാൻ തന്നെ നല്ല ഭംഗി. അതിന് പുറത്തേക്കൊന്നും ഇറക്കൂല, കണ്ടില്ലേ. അതിലിങ്ങനെ അതിൻ്റെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം അതിൽ തന്നെ ഇങ്ങനെ നിന്നിട്ട് എന്താ പറയുക, നല്ലൊരു വൈബാണ് അവിടെ. ആടും എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ലച്ചൊക്കെ ആ മുറ്റത്തിറങ്ങി കഴിച്ചതിന് ഭയങ്കര ഇഷ്ടം അവിടെയൊക്കെ വന്നാൽ എല്ലാവരും കൂട്ടത്തിലല്ലേ. അടിപൊളി ബീഫ് ബിരിയാണിയാ? ബീഫ് ബിരിയാണിയൊക്കെ എന്ത് ബിരിയാണിയോ? നിനക്ക് തരുമല്ലോ. എനിക്ക് ഫോൺ കഴിക്കാറ് വേണ്ടി, ചോറല്ലേ. തരും 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 കേട്ടോ. ഫോണല്ലേ? ബീഫ് ബിരിയാണി, ചിക്കൻ പൊരി. പിന്നെന്താ അവിടെ ചിക്കൻ പൊരി കാണാല്ലോ. പൊരിച്ചിട്ട് ചമ്മന്തി, തൈര്. പിന്നെന്താ? പായസം. എന്ത് പായസാ? ശരി, ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ടാക്കാൻ നിൽക്കുക. ബിരിയാണി തമ്പ് പൊട്ടിച്ചു. ഇനിയിപ്പോ എപ്പളാ? ബിരിയാണി ദമ്മൊക്കെ പൊടിച്ചപ്പോഴൊക്കെ എല്ലാവർക്കും വിശപ്പുണ്ട് പറഞ്ഞാണ്ട് എന്താ എല്ലാവരും ചോറ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. കണ്ടില്ല, നല്ല ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട്. ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. ഇത് എന്താ പറയുക, ആങ്ങളാരെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ അനിയത്തിമാരൊക്കെ ഉണ്ട്. കണ്ടോ, ഈ ആൾ പിന്നെ ഇവിടെ ഫോണ് കണ്ടിരിക്കുകയാണ്. കണ്ടോ, അതൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓലൊക്കെ ഇരുന്ന് എണീറ്റിൻ്റെ സമയത്ത് ബാക്കിൽ ഞങ്ങളൊക്കെ എല്ലാവരും ഇരുന്നു. അപ്പോൾ അതാ ഭക്ഷണം സായുധ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ലച്ചുതാ, പിന്നെ ഞങ്ങളൊക്കെ ഇരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ കുഞ്ഞാമാരൊക്കെ ഉണ്ട്. അതൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ എല്ലാവരും നിൽക്കുക, എല്ലാവരും ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞപ്പോൾ ടേബിൾ സ്ഥലമല്ല, അതാണ്ടോ ഞാനും ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെന്താ വെച്ചാൽ എല്ലാവരും കൂടുമ്പോൾ നമ്മളെല്ലാവരും എന്താ പറയുക താഴെ ഇരിക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു രസമാണല്ലോ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ. എന്താ ലച്ചുവിൻ്റെ അടുത്ത് തന്നെ ഞാനും ഇരുന്നു കേട്ടോ. ലച്ചുവിന് ഞാൻ അവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാണ്ടേ എങ്ങനെയെങ്കിലും ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടിട്ട് വെച്ചിട്ട് ഞാനും അവിടെ ഇരുന്നു. അപ്പോൾ ലച്ചു സായും പൊന്നും എല്ലാവരും ഉണ്ട്, ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തറവാടിൻ്റെ അടുത്തായിട്ട് ഒരു കുളം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ ആ കുളത്തിൽ പോയാണ്ട് നീന്തി കളിക്കലും പഠിക്കലൊക്കെ അവിടെ നിന്നു കേട്ടോ. ആ കുളം ഇപ്പോൾ വലിയൊരു കുളമാക്കിയിട്ടുണ്ട്. അത് എന്താ പറയുക, നല്ല ഉഷാറാക്കിയിട്ടുണ്ട് പറഞ്ഞാണ്ട് അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി. അങ്ങനെ രസമായിട്ട് വെറുതെ അങ്ങനെ പോവാം. അപ്പോൾ അവിടെ ഒരു മാമൻ്റെ വീടുണ്ട്, അമ്മോൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെയും കയറാമെന്ന് പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ പോവാം. അപ്പോൾ ഇതാ താത്തയൊക്കെ അവിടെ നിന്നിരുന്നു കേട്ടോ. ഓലെ ഫ്രണ്ട്സിനെ കണ്ടു, ഓലെ കൂടെ പഠിച്ച് കുറേ കാലം ചെറുതാവുമ്പോൾ കണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാണാൻ വേണ്ടി കയറി. പിന്നെ വീണ്ടും ഞങ്ങൾ ഇതാ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
കുളത്തേക്ക് ഇങ്ങനെ കുറച്ച് റോഡിൻ്റെ താഴേക്ക് ഇറങ്ങിയാൽ മതി, അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അല്ലേ ഉണ്ട് ഉണ്ട്. എന്താടി ആ ഇത് ഉമ്മച്ചിയും കുട്ടിയൊക്കെ ഒന്ന് നടക്കി. അങ്ങോട്ട് പിന്നെ പോകുന്നു. അങ്ങോട്ട് തിരിഞ്ഞോ, അത് തിരിഞ്ഞോ. ഞാൻ കുളം അങ്ങനെ കണ്ട കൊണ്ടുപോകും. നല്ല തണുപ്പില്ല ഇവിടെ, ആ വെള്ളത്തിന് തണുപ്പാണത്. ആ കാളൂട്ടൻ്റെ ഒക്കെ ഇവിടെ അല്ലേ, ആ പൂത്തതൊക്കെ അവിടെ അല്ലേ. കൊതുക് കടിച്ചിട്ടുണ്ട്. ഇതില് വണ്ടി പോകുന്നൊക്കെ പറഞ്ഞതില് വണ്ടി പോകുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ലച്ചും പോന്നോട് പാഞ്ഞിന്റെ മേലക്ക് മതിലേക്ക് പടം വിളിച്ചാലോ. നീ കണ്ടോ ആ ചെരുപ്പടെ ഊരിട്ട് പോടി. വേണ്ടപ്പോ വക്കൂട്ടാ കുളം കാണാൻ വന്നാണ്. അന്നോട്ട് കുളമല്ലേ കാണുന്നത്, ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ വന്നാണ്. ഫോട്ടോഗ്രാഫർ ശ്രീകൃഷ്ണകുമാറിനോടൊപ്പം. കാൽമേൽ ചുറ്റുപോയി കിട്ടീന കിട്ടാൻ കിട്ടീന. പക്ഷെ ആജിൽസാന് പറ്റിച്ചു. നടക്കി. അപ്പൊ നമുക്ക് അംസാജിന്റെ പേരെടുക്കാം, പൈസ കൊണ്ടേക്ക് നടക്കി നടക്കി. എടി എന്നെ പാൻറ് കയറ്റിക്ക കുറച്ച്, ആ വെള്ളത്തിൽ ചളിയാവും. അങ്ങനെ കുളമൊക്കെ കണ്ട് പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു പോരാണ് കേട്ടോ. തിരിച്ചു പോകുന്ന വഴിയിൽ തന്നെയാണ് ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്. അപ്പോൾ അവിടെ നിന്ന് കയറാന്ന് വെച്ചാണ്ട് അങ്ങനെ പോവാണ്. കുഞ്ഞാമ്മയൊക്കെ ഉണ്ട് കേട്ടോ, ഉമ്മാൻ്റെ അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഞങ്ങളങ്ങനെ പോവാണ്. അപ്പോൾ അവിടെ കയറിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഇനി തിരിച്ചു പോവുക. അപ്പോൾ അവിടെ കയറുന്നത് കാണിക്കാം. അപ്പൊ നമ്മളീ ഫോണ് ചാർജ് ആക്കാൻ പോലെ അപ്പൊ അവിടെ ഉണ്ടാവും. ആരെ എന്താണ് പരിവാരങ്ങൾ തിരിച്ചത്. ഓനപ്പൊ കഥ മതി അവിടുന്ന് അത് കേട്ടില്ല നിങ്ങള്. ആ പോരി പോരി കഥ മതി.
തന്നെ ഞങ്ങൾക്ക് അതിലങ്ങ് പോകുക പോയിക്കാണ്ട് പോകുക നമുക്കൊന്നും വേണ്ടല്ലേ അതിന് കൊണ്ടല്ല അതെന്തേ അതെന്തേടി വീഡിയോ എടുക്കാത്ത സ്റ്റിക്കർ വെച്ചെടുക്കാം എൻ്റെ അല്ലേ അതാ നല്ലത് ആ രണ്ടെണ്ണം അവിടെ ഇരിക്ക് ഓലെന്താ നിൽക്കൂലെന്ന് വീഡിയോയില് സൂം ചെയ്തിട്ട് നിർത്തലല്ലേ മറിഞ്ഞു വീണോളി പിന്നെ അമ്മാവൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ മാമൻ്റെ വീട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങളിവിടെ ഒരു കട ഉണ്ട്. ആ കടൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണ സ്ഥലമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കട ഞങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അവിടെ നിന്ന് എന്തൊക്കെ മിഠായിയൊക്കെ വാങ്ങി തിന്നാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടില്ലേ താത്താൻ്റെ മക്കളവർക്കൊക്കെ പിന്നെ വീഡിയോ വരുന്നത് ഭയങ്കര മടിയാണ് കേട്ടോ. പെണ്ണുങ്ങളെക്കാട്ടിലും കഷ്ടം. ചില പെണ്ണുങ്ങളുണ്ടല്ലോ വീഡിയോയിൽ നിൽക്കാതെ മുഖം കാണിക്കൂല പറഞ്ഞുകൊണ്ട് അതുപോലെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തു നമ്മൾ ബനാന ജ്യൂസിൽ പോവാന്നുള്ളത്. നല്ല ടേസ്റ്റി ആയ എല്ലാ ഫ്ലേവറും ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞ ലക്ഷങ്ങൾ നേരെ പോയിട്ടോ ബനാന ജ്യൂസിൽ കുടിക്കണം എന്ന് പറഞ്ഞാണ്ട് വെറൈറ്റി അവിൽ മിൽക്കൊക്കെ വേണം ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബനാന ജ്യൂസിലെത്തിയിട്ടോ. അപ്പോൾ അതാ അവിടെ ലച്ചുവിന് ഇവിടുത്തെ അവിൽ മിൽക്കിൻ്റെ ഫ്ലേവറും ഇഷ്ടമല്ല, ഏതും ഇഷ്ടമല്ല. പിന്നെ അവിടെയാണെങ്കിലോ അത് മാത്രമേ ഉള്ളതാണ്. പിന്നെ അപ്പുറത്തെ കടയിൽ താത്താൻ്റെ മോനൊക്കെ പറഞ്ഞയച്ച് പിന്നെ അവൾക്ക് വേണ്ടത് ഫ്രൂട്ടി ലൈസ് അത് വാങ്ങിക്കൊണ്ടു കൊടുത്തു. ഞങ്ങൾ നല്ല ഞങ്ങൾ അവിൽ മിൽക്കൊക്കെ അടിപൊളി അവിൽ മിൽക്കൊക്കെ വെച്ചു കേട്ടോ. ദാണ്ടില്ലേ ഓരോന്നും ഓരോ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും വെറൈറ്റി ടേസ്റ്റിലുള്ളതാണ് എടുത്തത്. അങ്ങനെ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു ഏതാണോ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വാനില ആണ് എടുത്തത് കേട്ടോ. മറ്റവരൊക്കെ ചോക്ലേറ്റ് SP എടുത്തവരുണ്ട്. അതുപോലെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള അവിൽ മിൽക്കൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. മഞ്ചേരി പുതിയ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള ബനാന ജ്യൂസിൽ കേട്ടോ. അങ്ങോട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ വേഗം അവിടെ നിന്ന് വണ്ടി കിട്ടിയപ്പോൾ അപ്പം പെട്ടെന്ന് കയറിപ്പോയതാണ്. ഇത്രയൊക്കെ തന്നെയുള്ള നമ്മളെ പെരുന്നാൾ വിശേഷം കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യാം കേട്ടോ. കമൻറ്റൊക്കെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യണം കേട്ടോ, എഴുതി വിടണേ.